അപ്പോൾ ദേ ചേട്ടായിയും ഞാനും എൻ്റെ അനിയനും കൂടിയിട്ട് എവിടേക്കാണ് ഇത്ര ധൃതിപ്പെട്ട് പോകുന്നതെന്ന് വെച്ചാൽ ദേ അവിടെ കിടക്കുന്ന ഒരു ഓട്ടോ ഉണ്ടോ, ആ ഓട്ടോയിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അധികം ദൂരത്തേക്കൊന്നുമല്ല, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ടൗണിലേക്ക്. അപ്പോൾ ക്രൗഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തോ നേർച്ചയോ വേലയോ പൂരമൊക്കെയാണ്. അപ്പോൾ ശരിയാണ്, നമ്മുടെ ഈ നാട്ടുകാർ ഏറ്റവും കൂടുതൽ അവരുടെ സ്വന്തം റിലീജിയൻ്റെ ഫങ്ഷൻസ് ആഘോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, ആ പള്ളിയിലെ ഫങ്ഷൻ, അതായത് നേർച്ചയാണ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുക. കാരണം ആ പള്ളിയിൽ നമുക്ക് ഏത് ജാതിക്കാർക്കും എപ്പോൾ വേണമെങ്കിലും പോയി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അവരുടെ നേർച്ചയ്ക്കും എല്ലാ നാട്ടിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നൊക്കെ കർണാടകയിൽ നിന്നൊക്കെ ആൾക്കാർ, ഏത് ജാതിക്കാരും ഏത് മതക്കാരും വന്ന് ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത ഫംഗ്ഷൻ നല്ല അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയും എന്താ പറയുക സ്പെഷ്യലാണ് ഈ നാട്ടുകാർക്ക് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ അല്ല, ഈ ഒരു നേർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദേശക്കാർ അവരവരുടെ നേർച്ചയും കൊണ്ട് 3ഉം 2ഉം ആനകളൊക്കെ ആയിട്ടൊക്കെ പോവുകയാണ് ചെയ്യുക. അപ്പോൾ പണ്ടൊക്കെ 3 ആനകൾ തേച്ചുണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ കുറഞ്ഞ് ഒരാനയായി. ചിലവരിപ്പോഴും 3 ആന തന്നെയുണ്ട്, ചിലവർ എന്താ പറയുക ഒട്ടകം, അതുപോലെ കുതിര, അങ്ങനെയൊക്കെയാണ് കേട്ടോ പോണത്. അപ്പോൾ എന്താണ് നടന്നു പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് ക്രൗഡും ആനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടികളൊക്കെ കടത്തി വിടുമ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആവും എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് വണ്ടികളൊക്കെ ഒരു സ്ഥലം വരെയാണ് കടത്തി വിടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ നടന്നു പോകണം. അപ്പോൾ ഇത് ഇടയ്ക്ക് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമുക്കത് കിതപ്പും കാര്യങ്ങളൊന്നും അറിയില്ല. ഏകദേശം ഒരു എന്താ പറയുക 4 കിലോമീറ്റർ 5 കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഏകദേശം ഈ പള്ളിയുടെ അടുത്തെത്തി. നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ നിറച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ആ കാണുന്നതാണ് പള്ളിയെ വെട്ടമൊക്കെ കാണുന്നത്. നമ്മൾ ആദ്യം പള്ളിയിലേക്കല്ല പോകുന്നത്, ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ആൻറ്റിയുടെ വീട്. അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ പോയി ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് എന്താ പറയുക അവിടെ നിന്ന് ആൻറ്റീനെയും ചേച്ചീനെയും ഒക്കെ കൂട്ടിയിട്ട് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.